ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നെയിൽ പോളിഷ് കളക്ഷൻ ആണ്. അതായത് ഞങ്ങൾ രണ്ടുപേരെ നെയിൽ പോളിഷ് കളക്ഷൻ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പെട്ടിയാട്ടോ, ഒരു പെർഫ്യൂമിന്റെ ബോക്സ് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ പെട്ടിയാണ്. ഇതിൽ അത്യാവശ്യം കുറച്ച് നെയിൽ പോളിഷസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം ബാക്കിയുള്ള നെയിൽ പോളിഷസ് ഒക്കെ തീർന്നു പോയി, പിന്നെ ബാക്കിയുള്ളതൊക്കെ കാണാതെയും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് ബ്ലൂ ഹെവൻ്റെ കാണിച്ചിട്ട് ബ്ലൂ ഹെവൻ്റെ നെയിൽ പോളിഷസ് ആണ് ഈ ഫുള്ള് ഇരിക്കുന്നത്. ഇത് ലൈറ്റ് കളറും ഉണ്ട്, ഡാർക്ക് കളറും ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിപ്പോൾ അത്യാവശ്യം കുറവാണ് സംഭവം കേട്ടോ. ഇതിങ്ങനത്തെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. ഇതും ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. ബ്ലൂ ഹെവൻ്റെ 5 എണ്ണം ഉണ്ട് ഇപ്പോൾ. ഇത് ഒരു ഗ്രേയിഷ് കളറാണ് ബ്ലൂ ഹെവൻ്റെ തന്നെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതും ഏകദേശം ഒന്നാണ്, പക്ഷേ ഇത് ചെറിയൊരു ലൈറ്റ് പർപ്പിളാണ്. പക്ഷേ ഇത് ഫുൾ പ്യുവർ പിങ്ക് ആണ്, ഭയങ്കര ഡാർക്ക് അല്ല എന്ന് മാത്രം. അപ്പോൾ ഇതും ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു പിങ്കിഷ് കളറാണ്. പിന്നെ ഇത് ശരിക്കുള്ള പർപ്പിൾ കളറാണ്. ഇതെല്ലാം ഭയങ്കര ഡാർക്ക് അല്ല, ഡാർക്ക് വേറാണ്. ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ്. പിന്നെ ഇത് ഒരു മജന്ത കളർ, ഡാർക്ക് പിങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു മജന്ത കളറാണ് ഇത് വന്നിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇത്രയും ഡാർക്ക് കളർ ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഈ ഒരു പക്ഷേ അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബ്ലൂ ഹെവൻ്റെ നെയിൽ പോളിഷ് ഗൈസ്. ഇത് 3 എണ്ണം ഞങ്ങളുടെ കയ്യിലുള്ള ഡാസ്ലറിൻ്റെ ഇതാണ്. ഇത് വന്നിട്ടൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഗൈസ്. അടുത്തത് ഇത് ഞാൻ ഇന്നലെ ഇട്ടത് ഇന്നലെ. അപ്പോൾ ഇതാണ് വന്നിട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇത് ഞങ്ങളിപ്പോൾ അങ്ങനെ ഇടാറില്ല, പക്ഷെ അത് ഇവിടെ ഇപ്പോഴും തന്നെ വെച്ചിരിക്കും. പക്ഷേ ഗൈസ് ഇത് ക്യാമറയിൽ കാണുമ്പോൾ ശരിക്കും ഒരു ബ്ലൂയിഷ് കളറാണ് ഗൈസ്. കണ്ടോ, ഇനി ശരിക്കും ഈ കളറല്ലേ, ഇത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ദെൻ ഇതൊരു ലൈറ്റ് പർപ്പിൾ വന്നിട്ടാണ്, ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ്. ഇതും ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. ഇത് 3 എണ്ണമാണ് നമ്മുടെ ഡാസ്ലർ ഷെയ്ഡ്സ്. അപ്പോൾ നമുക്ക് വേറെ അടിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഡിയോന്ന് വാങ്ങിച്ച ഒരു ഗ്ലിറ്ററി ഒരു ഡാർക്ക് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണമാണ് നമ്മൾ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം സുഡിയോയിൽ ഞങ്ങൾ അവിടെ പോയപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കണ്ടത്, അപ്പം ഡാർക്ക് ഷെയ്ഡ് എടുത്തു. അപ്പോൾ ഇത് രണ്ടും സുഡിയോയിലത്തെ. ഇതൊരു ഗോൾഡിഷ് കളറായിട്ടുള്ള ഒരു കളർ. ഇത് ഭയങ്കര ഒരു തിക്ക് ലെയറാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലേക്ക് ഇടുമ്പോഴത്തേക്കും ഒരു കോപ്പർ ഷീറ്റ് ഇത് നമ്മുടെ ആ കയ്യിലേക്ക് ഇടുമ്പോഴത്തേക്കും 1 ലെയർ ഇട്ടാൽ മതി, അപ്പം തന്നെ ഇത് നല്ല കോട്ടിങ് നല്ല തിക്കായിട്ടിരുന്നോളും. അപ്പോൾ ഇത് ഒരു കോപ്പർ ഷീഡ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സിൽവർ വിത്ത് ഗ്ലിറ്റർ പ്ലസ് സിൽവർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. സിൽവറിനുള്ളിൽ ഗ്ലിറ്റർ ഉള്ള ഒരു കളറ്. അപ്പം ഇതൊരു ഇങ്ങനത്തെ ഒരു കളറാട്ടോ, ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ്. ഇത് പക്ഷേ സ്റ്റുഡിയോയുടെ നല്ലൊരു 2 എണ്ണമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് സ്റ്റുഡിയോ ഷെയ്ഡ്സ്. അപ്പോൾ ഗൈസ് ഇത് 2 ഷെയ്ഡ്സ് വന്നിട്ട് മിസ് ഫാബിൽ നിന്നാണ്. മിസ് ഫാബിൻ്റെ 2 ഷെയ്ഡ്സ് ആണ് ഗൈസ്. ഇത് വന്നിട്ട് ലൈറ്റ് ബ്ലൂ കളറാണ്. കണ്ടോ, ലൈറ്റ് ബ്ലൂ കളർ. പിന്നെ ഇത് ഭയങ്കര ഡാർക്ക്, നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ ഒരു ഏകദേശം ഒരു കളറൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാളും ഡാർക്കാണ്. അത് മിസ് ഫാബിനെ കൂട്ടും. ഇതാണ് ഈ ഡാസ്ലറിൻ്റെ. ഇത് ഏകദേശം സെയിം ആണ്, പക്ഷേ ഈ ക്യാമറയിൽ ഇതിന് കുറച്ച് ബ്ലൂ ആണെങ്കിൽ ഇതിന് ശരിക്കും ഇതിൻ്റെ ഒരു കളറാട്ടോ. ഇത് അതിനേക്കാളും ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ഇത് 2 എണ്ണമാണ് നമ്മുടെ മിസ് ഫാബ് ഷെയ്ഡ്സ് ഗൈസ്. ഇതാണ് നമ്മുടെ പോപ്പപ്പ് നെയിൽ പോളിഷ്. ഇത് 2 ഇത് പോപ്പ് അപ്പും ഇത് പോപ്പ് ഇറ്റും ആണ്. ഈ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിപ്പോൾ തീരാറായിട്ടോ ഗൈസ്, കുറച്ചും കൂടി ഇല്ലാത്തുള്ളൂ. ഇതൊരു എന്താ ഒരു ഡാർക്ക് അല്ല, ഇതൊരു ന്യൂഡ് ഷെയ്ഡ്, ഒരു ന്യൂഡ് പിങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ, നമ്മുടെ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കളർ. അതന്നെ അവൻ സ്വകാര്യത്തിൽ അവിടെ ഇന്ന് പറയുകയാണ് സ്കിൻ കളർ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതൊരു സ്കിൻ കളർ ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷാണ്. ഇത് ഞങ്ങൾ കാണിക്കാൻ പറഞ്ഞു. ഇത് മിസ് ഫാബിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് അല്ല, ലൈറ്റ് ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ ഇത് 2 ആണ് നമ്മുടെ പോപ്പ് ഇറ്റ് ആൻഡ് പോപ്പ് അപ്പിൻ്റെ നെയിൽ പോളിഷസ്.
അപ്പോൾ ഇതാണ് ഒരു ജ്യൂസിൻ്റെ ഷെയ്ഡ്. ഇതാണ് ഞാൻ എൻ്റെ കയ്യിലിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരു ലെയർ അടിച്ചുകൊണ്ട് ഇതേ കളർ വന്നിട്ടില്ല. ഇപ്പോൾ ഇതൊരു 2-3 ലെയേഴ്സ് ഒക്കെ അടിച്ചാൽ ഇതിൻ്റെ അതേ പെർഫെക്റ്റ് കളർ വരുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസിൻ്റെ ഇതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, വേറെ എന്താണെന്ന് എനിക്കറിയില്ല. അത് തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതെനിക്ക് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഏത് കട പോയി ചോദിച്ചാലും ഈ ഒരു കളർ, ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇത് ഭയങ്കര അടിപൊളി കളറാണ്. ഇതിൻ്റെ മൂടിയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. ഇത് തുറക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ. ഇതാണ് നമ്മുടെ ഈ ഒരു ഷെയ്ഡ്. ഈ ഒരു പക്കാ ഷെയ്ഡ് എന്ന് പറയത്തില്ല. ഇത് ഒരു 2 ലെയർ ഞാൻ പറഞ്ഞല്ലോ, 2 ലെയർ 3 ലെയർ ഒക്കെ അടിച്ചാൽ ഇതാവത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ്. ഈ വൈറ്റ് ഷെയ്ഡ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന സാധനമാണ്. പക്ഷേ ഇത് ഞങ്ങളൊരു കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇവാന പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊടുപുഴയിലുള്ള ഒരു കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു നെയിൽ പോളിഷ്. ഇതൊരു വൈറ്റ് ഷെയ്ഡാണ്. തീരാറായിട്ട് ഏകദേശം ഇതൊരു വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതാണോ തുറന്നിട്ടുണ്ട് ഇപ്പോൾ ആണോ, ഈ ഒരു ഷെയ്ഡാണത്. മിക്ക ദിവസവും തേക്കാണ്ടല്ലേ, അത് ഇത് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് കളക്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.